നമസ്കാരം. സംസ്ഥാനത്തെ പോലീസുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച 16-അംഗ സപ്പോർട്ടിംഗ് കമ്മിറ്റിയിൽ 11 പേരും പോലീസുകാരല്ലാത്ത മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന് റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന താഴേക്കിടയിലുള്ള പോലീസുകാരെ പ്രതിനിധീകരിച്ച് 2 പേർ മാത്രമാണ് കമ്മിറ്റിയിൽ ഉള്ളത്. മാനസിക രാഷ്ട്രീയ ജോലി സമ്മർദ്ദം മൂലം പോലീസുകാർ കൂട്ടവിരമിക്കലിന് അപേക്ഷ നൽകിയ പശ്ചാത്തലത്തിലാണ് തിരക്കിട്ട് സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അതിൽ പോലീസുകാരുടെ പ്രശ്നങ്ങൾ അറിയാവുന്നവർ ഇല്ലാത്തതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യം, ജോലി, കുടുംബം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്താൻ എറണാകുളം റൂറൽ പോലീസ് മേധാവി വൈഭവ് സക്സേന 16-അംഗ സമിതി രൂപീകരിക്കാൻ ഉത്തരവിട്ടത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ്. സങ്കീർണമായ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ പോലീസ് ജോലി എന്നത് വളരെയധികം മാനസിക സമ്മർദ്ദം ഉളവാക്കുന്ന ഒന്നാണ് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മാനസിക ശാരീരിക അസ്വസ്ഥതകൾ മറികടന്ന് ജോലിയും വ്യക്തിജീവിതവും തുലനം ചെയ്ത് ജീവിതം ആസ്വാദ്യകരമാക്കുന്നതിന് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും നിത്യജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. ഉദ്യോഗസ്ഥരുടെ ആരോഗ്യം, ജോലി, കുടുംബം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിൽ പറയുന്നു. അഡീഷണൽ SP ജിൽസൺ മാത്യു ചെയർമാനായ കമ്മിറ്റിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP VS നവാസ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI പ്രശാന്ത് P നായർ, CPO KB പ്രസാദ്, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബേസിൽ C ബേബി എന്നിവർ മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ നിന്നുള്ള അംഗങ്ങൾ. ശേഷിക്കുന്ന 11 പേരും മിനിസ്റ്റീരിയൽ സ്റ്റാഫുകളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വിനോദ് V മാത്യു, മാനേജർ PV രാജി, അക്കൗണ്ട്സ് ഓഫീസർ KK ഗിരീഷ് കുമാർ, ജൂനിയർ സൂപ്രണ്ടുമാരായ മായ സുകുമാരൻ, K ഷിനി, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് TM ഷമീന, സീനിയർ ക്ലാർക്കുമാരായ KM സനിത, രശ്മി N കുമാർ, ജോണി N ജോസഫ്, ക്ലാർക്കുമാരായ കവിത സെബാസ്റ്റ്യൻ, ബിജിന V മജീദ് എന്നിവരാണ് മറ്റുള്ള അംഗങ്ങൾ. മാനസിക സമ്മർദ്ദം നേരിടുന്ന പോലീസുകാർക്ക് മാനസിക പിന്തുണ നൽകുവാൻ കമ്മിറ്റി ശ്രമിക്കണം. ജോലിയുടെ ഭാഗമായി ശിക്ഷണ നടപടി നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും കമ്മിറ്റി ശ്രദ്ധിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ജോലിസ്ഥലങ്ങളിൽ അമിതമായ മാനസിക സമ്മർദ്ദം നേരിടുന്നവർ, സ്ഥിരമായി ജോലിക്ക് ഹാജരാകാത്തവർ, മദ്യത്തിന് അടിമകളായവർ എന്നിവരെ കണ്ടെത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് SI പ്രശാന്ത് P നായരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോലീസുകാർ കാലങ്ങളായി പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് അനുഭവിക്കുന്നത്. ഉറക്കമില്ലായ്മ, വിശ്രമമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ, സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ, അങ്ങനെ പലതുണ്ട്. ഒപ്പം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഏതാനും നാളുകൾ കൊണ്ട് വലിയ മാനസിക സമ്മർദ്ദത്തിലേക്കും മനോരോഗങ്ങളിലേക്കും പോലീസുകാർ പോകുന്ന അവസ്ഥയുണ്ട് എന്ന് നേരത്തെ വിലയിരുത്തിയിരുന്നു. ഇത് പരിഹരിക്കുന്നതിനാണ് ഇപ്പോൾ ഈ സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷേ സപ്പോർട്ടിംഗ് കമ്മിറ്റിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പ്രാതിനിധ്യം കുറവായത് ഇപ്പോൾ പരാതിയായിരിക്കുകയാണ്. കാരണം പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ അത് അനുഭവിച്ചവർ തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെ കണ്ടെത്തി അത് പരിഹരിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിന് പകരമാണ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോലീസുകാരും മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അംഗങ്ങളും ജോലി ചെയ്യുന്ന രീതികൾ തന്നെ വ്യത്യസ്തമാണ്. 2 വിഭാഗങ്ങളും ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ പെടുന്നതാണെങ്കിലും മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അംഗങ്ങൾ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഓഫീസ് ജോലികൾ മാത്രം ചെയ്യുന്നവരാണ്. അപ്പോൾ സമയമില്ലാതെ, സമയക്രമമില്ലാതെ, വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന പോലീസുകാരുടെ പ്രശ്നങ്ങൾ ഇവർ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. പോലീസുകാരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി കണ്ടെത്തി വേണ്ട പരിഹാര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കൂട്ടവിരമിക്കൽ പോലെയോ അല്ലെങ്കിൽ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും എന്ന് നേരത്തെ പഠനങ്ങൾ ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് വേണ്ട പിന്തുണ സർക്കാരോ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ നൽകുന്നില്ല. മാത്രമല്ല, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടുത്തി പോലീസുകാരെ മാനസികമായി ഏറെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. ഇത് പോലീസുകാരുടെ മാനസിക ശാരീരിക അവസ്ഥയെ തന്നെ ബാധിക്കുന്നു. അവരുടെ കുടുംബം നഷ്ടപ്പെടുന്നു. അവർക്ക് മാനസിക വ്യഥയും മാനസിക ബുദ്ധിമുട്ടുകളും മനോരോഗങ്ങളും ഉണ്ടാകുന്നു. അവർ ലഹരിക്ക് അടിമപ്പെടുന്നു. ഇതൊക്കെ തന്നെ നേരത്തെ കണ്ടെത്തിയതാണ്. ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ട ആവശ്യകത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കമ്മിറ്റിയിൽ തന്നെ ഇത്തരത്തിൽ പരാതികൾ കടന്നു വരുമ്പോൾ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏത് രീതിയിൽ മുമ്പിലേക്ക് പോകും എന്നുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്.